വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെയും വെജിറ്റബിൾ സമൂസയുടെയും റെസിപ്പി ആയിട്ടാണ്. എല്ലാ ദിവസവും നമ്മൾ നോണൊക്കെ അല്ലേ അധികം കഴിക്കണ നോമ്പായിട്ട്. ഇപ്പോൾ ഒന്ന് വെജ് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ സമൂസയുണ്ട്. രണ്ടും ഏകദേശം ഒരേ ഫില്ലിങ് തന്നെ, ഈസിയാണ് രണ്ടും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ സവാള ഫുള്ള് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഒരു വലിയ സവാള തന്നെയാണ് ഇട്ടിട്ടുള്ളത്. സവാള വളരെ കുറച്ച് മതി ഇതിന്. ഞാൻ മറ്റ് വെജിറ്റബിൾസൊക്കെ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസ് സവാളയാണ്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത്. വലുതായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ ഉപ്പ് നേരത്തെ ഇടുന്നത് നല്ലതാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം പല വെജിറ്റബിൾസും നമ്മൾ നേരത്തെ വേവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറട്ടെ. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ക്യാബേജാണ്. ഒരു വലിയ ക്യാബേജിൻ്റെ പകുതി ഉണ്ടത്. ഏകദേശം ഒരു 3 കപ്പ് ക്യാബേജ് ഉണ്ടായിരിക്കും. വളരെ കുറഞ്ഞ വേവ് മാത്രമല്ലേ ഉള്ളൂ ക്യാബേജിന്. അതുകൊണ്ട് ഞാനത് മുൻകൂട്ടി വേവിച്ചിട്ടൊന്നുമില്ല. ഈ വഴറ്റുമ്പോൾ മാത്രമുള്ള വേവേ ഉള്ളൂ അതിന്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുക. ക്യാബേജിന് ഒട്ടും വേവില്ലാത്തൊരു സംഭവമാണ്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴുള്ള കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ പോലും വേവാനുള്ള വേവേ ഉള്ളൂ ക്യാബേജിന്. എങ്കിലും ഞാൻ ഈ ഉപ്പൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം ഉള്ളിയായിട്ടൊക്കെ ഒന്ന് മിക്സ് ആവും വേണമല്ലോ. പിന്നെ ഇട്ട് കൊടുത്തത് ഒരു വലിയ പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. എരിവിനനുസരിച്ച് 2 പച്ചമുളകൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചു. ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഒരുപാട് വെന്തുടഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഉപ്പ് നേരത്തെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ കാരണം നമ്മൾ പിന്നെ ഉപ്പിട്ട് കൊടുത്താലും അതിൻ്റെ അകത്തേക്കൊന്നും പിടിക്കൂല, ഗ്രീൻ പീസിൻ്റെ അകത്തേക്കൊന്നും പിടിക്കൂല. അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചത്. അതാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് ആവാനും നല്ലത് അതാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് വേവിച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. ഒരുപാട് വേവിക്കണ്ട, കടിക്കണ്ട എന്നുള്ള മട്ടിൽ, അങ്ങനെ കടിക്കാൻ പാടില്ല, അത് ആ ഒരു മട്ടിലൊന്ന് വേവിച്ചെടുക്കണം. ക്യാബേജിനെ പോലെയൊന്നുമല്ലല്ലോ, കുറച്ചും കൂടി വേവുള്ളൊരു സംഭവമാണ് ക്യാരറ്റ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വേവിച്ചത്. വെന്ത് കുഴഞ്ഞു പോവരുത്. ഉപ്പിട്ടിട്ട് വേണം വേവിക്കാൻ. നമ്മളിപ്പോൾ ക്യാരറ്റ് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്, ഗ്രീൻ പീസും ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. ക്യാബേജിലേക്കും ഉള്ളിയിലേക്കുമുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് ഉപ്പ് എല്ലാത്തിലും കൂടി ഉപ്പിട്ടിട്ട് അത് കൂടിപ്പോയിട്ടുണ്ടോ നോക്കണം. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും വേണം. അപ്പോൾ എല്ലാതുമായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മളെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ബീൻസൊക്കെ ഉള്ളവർക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ ഇടുന്നില്ല. കാരണം ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളർ ഇതിലെല്ലാം പിടിക്കും. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്തോളൂ, കുഴപ്പമില്ല. നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊക്കെ ബീട്രൂട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ആ മിക്സ് റെഡിയായി. ചൂടാറിയതിന് ശേഷം ഞാൻ കുറച്ചതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയിലേക്ക് ഞാനൊരു പൊട്ടറ്റോ അല്ല 2 പൊട്ടറ്റോ ഉണ്ട്,
അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ജസ്റ്റ് വേവിച്ചിട്ടുണ്ട്, കുക്കറിലൊന്ന് വേവിച്ച് തൊലി കളഞ്ഞതാണ്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുത്തുന്ന ഉരലൊക്കെ ഇല്ലേ, ഇഞ്ചിയൊക്കെ ചതക്കിന്, അതിലിട്ടിട്ട് വേണമെങ്കിൽ ചതക്കാം, അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങനെ, കാരണം കുക്കറിലിട്ട് വേവിച്ചതല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മിക്സൊക്കെ കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഇപ്പോൾ കറക്റ്റ് നല്ല റൗണ്ടൊന്നും ആയിട്ട് കിട്ടിയിട്ടില്ല. ഞാനെന്നിട്ട് മുക്കുന്നത് മൈദ കലക്കിയതിലാണ്. മൈദ കുറച്ച്, ഒരു സ്പൂൺ മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതിലാണ് മുക്കുന്നത്. കാരണം വെജ് കട്ട്ലറ്റ് ആയതുകൊണ്ട് മുട്ടയിൽ മുക്കുന്നില്ല. കാരണം പക്കാ വെജിറ്റേറിയൻസ് ആരെങ്കിലും ആണ് കഴിക്കണമെങ്കിൽ അവർക്ക് മുട്ട പറ്റുന്നുണ്ടാവില്ലല്ലോ. അതെല്ലാം നോൺ വെജിറ്റേറിയൻസിന് കഴിക്കാനാണ് എങ്കിൽ മുട്ടയിൽ തന്നെ മുക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ മൈദയിലാണ് മുക്കുന്നത്. കാരണം പക്ക വെജിറ്റേറിയൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വെജ് കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ അത് വെജിറ്റേറിയൻസ് ആവില്ല പ്രിഫർ ചെയ്യണത്. അപ്പോൾ മൈദയിൽ മുക്കിയിട്ട് പിന്നെ ഞാൻ ബ്രെഡ് ക്രംസിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രെഡിൽ മുക്കിയിട്ട് ആണ് ഫ്രൈ ചെയ്യുക. എല്ലാവർക്കും അറിയാം കട്ട്ലറ്റ് അങ്ങനെയാണ് ഫ്രൈ ചെയ്യുക എന്നുള്ളത്. ഉപ്പിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പ് കൂടുകയോ കുറയോ ഉണ്ടോ എന്നുള്ളത് പോരാ എങ്കിൽ ഇട്ട് കൊടുക്കണം. മൈദ അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ബാറ്ററായിട്ട് വേണം കലക്കാൻ. ഇപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് തിരിമറിച്ചില്ല. നമ്മൾ വെജിറ്റബിൾ ഓൾറെഡി വെന്തതാണ്. പിന്നെ ഈ കോട്ടിങ് ഇതിലേക്കൊന്ന് പിടിക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. എല്ലാം അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ പണി. വലിയ റിസ്ക് ഒന്നുമില്ല. ഇപ്പോൾ അതാ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇപ്പോൾ നോണിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് വെജ് കട്ട്ലറ്റാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇത് പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. അപ്പോൾ ഞാൻ സെയിം ഫില്ലിങ് തന്നെ വെച്ചിട്ട് പിന്നെ സമൂസയും കൂടി ഉണ്ടാക്കി. കാരണം വട്ടത്തിൽ പരത്തിയിട്ട് ഇങ്ങനെ 4ആയിട്ട് മുറിച്ചിട്ടാണ് ഇപ്പോൾ ഇത് പത്തിരി ഇങ്ങനെ വട്ടത്തിൽ പരത്തി എന്നിട്ട് 4ആയിട്ട് മുറിച്ചിട്ട് സമൂസ എങ്ങനെ മടക്കുക എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട്, മൈദ കലക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. 4ആയിട്ട് മടക്കിയാൽ അതിന് 4 സമൂസ ഉണ്ടാക്കാം. ഈസിയാണ് ഈ വഴി. കാരണം നമ്മൾ സമൂസൻ്റെ ഷീറ്റൊക്കെ വാങ്ങുന്നതിനേക്കാളും ഷീറ്റ് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു പത്തിരി പരത്തുക, 4ആക്കി മുറിക്കുക. ഞാൻ ഈ കാണിച്ചതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. കാരണം സെയിം നമുക്ക് രണ്ടും കൂടി ഒരുമിച്ചുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. കാരണം ഫില്ലിങ് റെഡി ആകുമ്പോൾ പൊട്ടറ്റോ ചേർക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് കുറച്ച് മാറ്റി വയ്ക്കുക. അത് ഫില്ലിങ് ആക്കിയിട്ട് സമൂസ ഉണ്ടാക്കുക. സമൂസയുടെ മാവ് കുഴയ്ക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ റിബൺ റോൾ ഉണ്ടാക്കിയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ റിബൺ റോളിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് നോക്കിയിട്ടാണ് മാവ് കുഴക്കേണ്ടത്. ഒന്നുമില്ല, സിമ്പിളാണ്. ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. നല്ല ടേസ്റ്റിയുള്ള 2 ഐറ്റംസാണ്. രണ്ടും ഒരു ദിവസം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. 2 ഐറ്റം ആവും ചെയ്യല്ലോ. കട്ട്ലറ്റും ആയി, സമൂസയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.